ഹലോ നമസ്കാരം, ഞാൻ അനീഷ് എബ്രഹാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാട്ടിലേക്ക് യാത്ര പോയ ഒരു കുടുംബം, അവരുടെ കാറ് ഏകദേശം 18,000 പൗണ്ട് വിലയുള്ള കാറാണ്. ഇവരുടെ സുഹൃത്തിനെ കൊണ്ടാണ് തിരിച്ച് വാഹനം എയർപോർട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഏർപ്പാടാക്കിയിരുന്നത്. ഈ സുഹൃത്തും ഈ കുടുംബവും ഒന്നിച്ചാണ് എയർപോർട്ടിലേക്ക് പോയത്. എയർപോർട്ടിൽ ചെന്ന് ഈ ഫാമിലിയെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴി ഈ സുഹൃത്ത് ഓടിച്ചിരുന്ന വാഹനം ആക്സിഡൻറ്റിൽ പെട്ടു. ഈ കാറും പൂർണ്ണമായിട്ടും നശിച്ചുപോയി. ഈ ഫാമിലി ഈ കാറിന് വേണ്ടിയിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനായിട്ട് ഇൻഷുറൻസ് പ്രൊവൈഡറിനെ കോൾ ചെയ്തു. കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഇൻഷുറൻസ് കമ്പനിക്ക് മനസ്സിലായി ഇത് ഈ ഇൻഷുറൻസിൽ പറഞ്ഞിരിക്കുന്ന നെയിംഡ് ഡ്രൈവർ അല്ല ഈ വാഹനം ഓടിച്ചിരുന്നത് എന്ന് വ്യക്തമായി. അതോടുകൂടി ആ ഇൻഷുറൻസ് കമ്പനി ക്ലെയിം നൽകാനാവില്ല എന്ന് അറിയിച്ചു. 18,000 പൗണ്ടും നഷ്ടപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ പലപ്പോഴും ചെറിയൊരു ലാഭം ഉണ്ടാക്കാമെന്ന് കരുതിയാണ് ടാക്സിക്ക് ഈ ഫാമിലി ഇപ്പോൾ സുഹൃത്തിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കുന്നതിന് പകരം ഇവരൊരു വാഹനം ടാക്സി വിളിച്ചിട്ട് എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സംഭവം ഉണ്ടാകില്ലായിരുന്നു. ടാക്സിക്ക് കൊടുക്കേണ്ട പൈസ കൊടുത്താൽ മതിയായിരുന്നു ഈ വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. നമ്മൾ പലപ്പോഴും നമ്മളൊരു ചെറിയ ലാഭം നോക്കിക്കൊണ്ട് വലിയ വില കൊടുക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഇതുപോലെ തന്നെ വേറെ പല പ്രശ്നങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. പലരും ഇവിടെ UK വന്നതിന് ശേഷം തങ്ങളുടെ ഭാര്യമാരെ, സുഹൃത്തുക്കളെ ഒക്കെ വാഹനം ഓടിക്കാനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ UK 3 വർഷത്തെ ലൈസൻസ് എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞ ആളുകൾക്കാണ് ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് യോഗ്യതയുള്ളത്. അതും എയർപോർട്ട് വെച്ച് വണ്ടിയിൽ കൂടെ ഇരുന്ന് ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പലരും ഇന്ത്യൻ ലൈസൻസ് വരെ വെച്ചുകൊണ്ട് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടർ ആകുന്ന പരിപാടി നടത്തുന്നുണ്ട്. 3 വർഷമായ ആൾക്കാർ പലരും ഈ ചെറിയ തുകകൾക്ക്, അതായത് ഇപ്പോൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുന്നവരുടെ നിയമപരമായിട്ട് ഇവിടെ റൺ ചെയ്യുന്ന ഡ്രൈവിംഗ് സ്കൂളിലാണ് പോകുന്നതെങ്കിലും 30-40 പൗണ്ടും ഒക്കെ പെർ അവർ ഫീസ് കൊടുക്കേണ്ടി വരും. അത് ലാഭിക്കാനായിട്ടാണ് പല സുഹൃത്തുക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് 20 പൗണ്ടിനും 15 പൗണ്ടിനൊക്കെ ഡ്രൈവിങ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വലിയ വില കൊടുക്കേണ്ടി വരും. ഇത്തരം ചെറിയ ചെറിയ ലാഭങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതായിരിക്കും. നിയമപരമായിട്ടുള്ള നടപടികൾ ഉൾപ്പെടെയുള്ള നേരിടേണ്ടി വരും. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാനായിട്ട് നേരായ മാർഗത്തിലൂടെ പോകുന്നതല്ലേ നല്ലത്. ചെറിയ ലാഭം ഉണ്ടാക്കാനായിട്ട് പോയി വലിയ വില കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. പ്രത്യേകം എല്ലാ UK മലയാളികളും ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി.